2015-ലും 2020-ലും ഇതേ ആരോപണങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാവുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇതേ ആരോപണവുമായി കഴിഞ്ഞ 2 തവണയും വന്നാണ്. 2 തവണയും ചീറ്റിപ്പോയ നനഞ്ഞ പടക്കവുമായിട്ടാണ് കോൺഗ്രസ് ഇത്തവണയും വന്നിരിക്കുന്നത്. ഇന്നലെ BJP ഓഫീസിലോട്ട് പ്രതിഷേധ പ്രകടനമുണ്ടെന്ന് ഞങ്ങൾ കേട്ടു. BJP ഓഫീസിൻ്റെ 2 ഗേറ്റ് തുറന്നിട്ടുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നത്. ഒരൊറ്റ കോൺഗ്രസ്സുകാർ പോലും BJP ഓഫീസിൻ്റെ ഇവരുടെ DCC ഓഫീസിൻ്റെ തൊട്ടുപുറകിലാണ് ഞങ്ങളുടെ ഓഫീസുള്ളത്. അവിടെ നിന്ന് ഇവർക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടായിട്ട് പോലും ഇവർ വളരെ ചുറ്റി വളഞ്ഞ് പോലീസിൻ്റെ ബാരിക്കേഡിലോട്ടാണ് ഇവർ മാർച്ച് വെച്ചത്. പക്ഷേ ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാനാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത്തരത്തിൽ കഴമ്പില്ലാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ വീണ്ടും BJP ഓഫീസിലോട്ട് പ്രതിഷേധവുമായി വരാനാണ് ഇവരുടെ നീക്കമെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതിശക്തമായ രീതിയിൽ അതിന് എങ്ങനെയാണോ തിരിച്ചടി കൊടുക്കേണ്ടത് ആ രീതിയിൽ BJPയുടെ പ്രവർത്തകന്മാർ പ്രതിരോധിക്കും. ഞങ്ങളുടെ പാർട്ടി ഓഫീസ് സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കൃത്യമായ എങ്ങനെയാണ് അത് സംരക്ഷിക്കേണ്ടത് എന്നുള്ള കൃത്യമായ അറിവ് ഞങ്ങൾക്കുണ്ട്. BJP ഓഫീസ് സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് പോലീസിൻ്റെയോ മറ്റ് ബാരിക്കേഡിൻ്റെയോ യാതൊരുവിധ ആവശ്യവുമില്ല. ഞങ്ങളുടെ ഓഫീസ് സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. ഇനിയും ഇത്തരത്തിൽ പോലീസിനെ വെച്ചുകൊണ്ട് നാടകം കളിച്ചുകൊണ്ട് ഇവർ BJP ഓഫീസിലോട്ട് വരാനുള്ള നീക്കമാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിരോധം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാവും. ഇത് തുടങ്ങിയത് ഞങ്ങളല്ല, ഇന്നലെ കോൺഗ്രസ്സാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഇത് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് BJPയുടെ പ്രവർത്തകന്മാർക്ക് കൃത്യമായ ബോധ്യമുണ്ട്.